അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിന്നിവിടെ കൊച്ചു കഥയാണ് പറയാൻ പോകുന്നത്. കഥയുടെ പേരെന്താണെന്ന് അറിയാമോ? വിശപ്പിന്റെ ആഴം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. സൂര്യൻ പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് മുട്ടുകുത്തുന്നതേ ഉള്ളൂ. അതാ ആരോ നടന്നു വരുന്നുണ്ടല്ലോ. ആളെ മനസ്സിലായി. തിരുനബി അലൈഹിസ്സലാം ഫാത്തിമ ബീവിന്റെ വീടിന്റെ അടുത്തെത്തി. സ്നേഹത്തോടെയുള്ള വിളി, ഫാത്തിമ മോളെ, ഫാത്തിമ. ഫാത്തിമ ബീബി വാതിൽ തുറന്നു. തിരുനബി അലൈഹിസ്സലാം അകത്തേക്ക് കയറി. ഫാത്തിമ ബീവിനോട് തിരുനബി അലൈഹിസ്സലാം ചോദിച്ചു, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഫാത്തിമ ബീവി വളരെ ഗദ്ഗതത്തോടെ പറഞ്ഞു, നബിയെ, ഉപ്പ, ഞാനൊന്നും കഴിച്ചിട്ടില്ല. 2 ദിവസമായി വല്ലതും കഴിച്ചിട്ട്. അതിശയം തന്നെ. നബിക്ക് വിശപ്പ് സഹിക്കാനാവാതെ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയിരിക്കുന്നു. അതല്ല, അതിലേറെ വിഷമം, തൊട്ടടുത്ത 2 റോസാ പുഷ്പങ്ങളെ പോലെ ഹസനും ഹുസൈനും വിശന്ന് കരയുന്നു. ഉമ്മീ ഉമ്മീ. നബിക്ക് സഹിക്കാനായില്ല. നബി ഒന്നും പറയാതെ നേരെ തിരയിലേക്ക് ഇറങ്ങി. നടന്നു ഏതാണ്ട് മദീനയിലെ അടുത്തെത്തി. അതാ ഒരു അറാബി തൻ്റെ ഈന്തപ്പനത്തോട്ടങ്ങൾ നനക്കുന്നുണ്ടല്ലോ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമയോട് ചോദിച്ചു, അറാബി, തൻ്റെ ഈന്തപ്പനത്തോട്ടം നനക്കാൻ കൂടട്ടെ? അറാബി പറഞ്ഞു, ശരി, 1 ബക്കറ്റ് നനച്ചാൽ 3 കാരക്ക തരാം. അങ്ങനെ 1 ബക്കറ്റല്ല, 8 ബക്കറ്റ്. 9ാമത്തെ ബക്കറ്റ് കോരുമ്പോഴാണ് സംഭവിച്ചത്. ടിം, കയറ് പൊട്ടി കിണറ്റിലേക്ക് വീണു. ടേ, മുഖത്ത് ശക്തമായ ഇടി, അതും തിരുനബിയുടെ താമര പോലുള്ള കവിളത്ത്. നബിക്ക് സഹിക്കാനായില്ല, വിശപ്പും വേദനയും. നബിക്ക് കിട്ടിയ കാരക്കയുമായി വീട്ടിലേക്ക് പോയി. ഇത് കണ്ട അറാബിക്ക് കുറ്റബോധത്താൽ പിടഞ്ഞു. അറാബി വാളെടുത്ത് കൈ ഛേദിച്ചു. അറാബി ബോധരഹിതനായി. അതോ ഒരു യാത്രസംഘം വരുന്നുണ്ടല്ലോ. യാത്രസംഘത്തിന്റെ തലവൻ തൻ്റെ അടുക്കലുള്ള വെള്ളം കൊണ്ട് മുഖം തെളിയിച്ചു. പതിയെ കണ്ണു തുറന്നു. യാത്രസംഘം ചോദിച്ചു, എന്ത് പറ്റി? കൈ ആകെ മുറിഞ്ഞിരിക്കുന്നല്ലോ. അറാബി ഉണ്ടായതെല്ലാം പറഞ്ഞു. അറാബി പറഞ്ഞു, ഞാൻ അടിച്ചത് പ്രവാചകനായിരിക്കുമോ? എനിക്ക് പ്രവാചകന്റെ വീടൊന്ന് കാണിച്ചു തരാമോ? അറാബിയും യാത്രസംഘവും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് ചെയ്തത് നിങ്ങൾക്ക് അറിയാമോ? നബിയുടെ മടിയിലിരുത്തി ഹസനും ഹുസൈനുക്കും ഈത്തപ്പഴം കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് അറാബി കയറി വന്നത്. നബിക്ക് അതിശയം തോന്നി. എന്ത് പറ്റി? അറാബി ഉണ്ടായതെല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ നബി ആണെങ്കിൽ എൻ്റെ കൈയൊന്ന് ശരിയാക്കി തരാമോ? അങ്ങനെ നബിയുടെ ഉമിനീരെടുത്ത് കൈ ശരിയാക്കി കൊടുത്തു. ഇത് കണ്ട് അറാബിക്ക് അതിശയം തോന്നി. അറാബി കലിമ ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. പ്രിയ കൂട്ടുകാരെ, ഇത് നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? ആളറിയാതെ ഒരാളെയും ഉപദ്രവിക്കരുത്. വരൂ, നമുക്ക് ഈന്തപ്പനത്തോട്ടങ്ങളിൽ വ്യാപാർക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.